ഞാൻ നിങ്ങൾക്ക് മുമ്പ് അയക്കുന്നത് ഒരു ചോദ്യമാണ്. വാട്ട് ഹാപ്പനിങ് ടു വേൾഡ്? എന്താണ് ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ദിനം പ്രതി ദുഷ്ടതയും ദിനപ്രതി ക്രൂരകൃത്യങ്ങളും ചെയ്തുകൊണ്ട് മനുഷ്യനെ തന്നെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് സമാധാനം എന്നത് ലോകത്തിൽ ഒരു വാക്കിൽ മാത്രമാണ്. ഇതിനുള്ള കാരണം എന്താണ്? ഉപദേശങ്ങളിലാകട്ടെ, ബോധവൽക്കരണങ്ങളിലാകട്ടെ, നേതൃത്വങ്ങൾ കുറവും. ഇതൊന്നുമല്ല, മനുഷ്യൻ ആരെന്നുള്ള തിരിച്ചറിവ് ഇല്ലാഞ്ഞിട്ടാണ്. നമ്മുടെ കയ്യിൽ ഒരു ഉപകരണം ഉണ്ടായി നിൽക്കട്ടെ, ആ ഉപകരണത്തിൻ്റെ ശരിയായ രീതിയും ശരിയായ പ്രവർത്തനവും നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കുന്നത് ആ ഉപകരണം നിർമ്മിച്ച വ്യക്തിക്ക് മാത്രമാണ്. ഇതേപോലെ തന്നെ മനുഷ്യനെ നിർമ്മിച്ച വ്യക്തിക്ക് മാത്രമാണ് മനുഷ്യൻ ആരെന്നുള്ള തിരിച്ചറിവ് തരാൻ സാധിക്കുള്ളൂ. അതെ, ദൈവത്തിന് മാത്രമാണ് ആ തിരിച്ചറിവ് തരാൻ സാധിക്കുക. നമുക്കറിയാം, നമ്മുടെ ലോകം സ്വതന്ത്ര ചിന്തകരുടെ ഒരു ലോകമാണ്, ഒരു നാടാണ്. ദൈവം ഇല്ലെന്ന് വാദിക്കുന്ന പുതുതലമുറയാണ് ദൈവത്തെ അന്വേഷിക്കാതെ ജീവിതത്തിന്റെ അർത്ഥം ശൂന്യമാക്കുന്നത്. ഇവരാണോ ഇനിയുള്ള നാളുകളെ രക്ഷിക്കാൻ പോകുന്നത്? ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യന്റെ മനസ്സ് പൂർണ്ണമായും മാറ്റുവാൻ ഒരിക്കലും സാധിക്കും. ഇനി നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഭൂമിക്ക് ഭാരമാണോ അതോ ഭാഗ്യമാണോ? ഈ സമാധാനമില്ലായ്മയും സന്തോഷമില്ലായ്മയും ഇരുട്ടിൽ മൂടികിടക്കുന്ന ഈ ലോകത്തിൽ വെളിച്ചമായി നിന്നെ തേടുന്ന ഒരു യേശു കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ഭാരമുള്ളവരെ എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകും. ഇന്ന് നിങ്ങൾ യേശു കർത്താവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ഭാരം അവനിലേക്ക് ഏൽപ്പിക്കുക. ഇന്ന് വന്ന് യേശു നിന്റെ മനസ്സാകുന്ന വാതിൽ തട്ടുമ്പോൾ നീ തുറക്കാൻ, നീ അംഗീകരിക്കാൻ തയ്യാറാണ്. നിന്റെ ഭാരങ്ങൾ, നിന്റെ പ്രയാസങ്ങൾ യേശുവിൻ്റെ ചുമലിലേക്ക് വയ്ക്കുക. നീ സമാധാനവും സന്തോഷവും അനുഭവിച്ചു എങ്കിൽ എന്നോട് കൂടെ പറയുക, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റു പറയുക. ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്നും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാക്കൊണ്ട് ഏറ്റു പറയുകയും ചെയ്ത ഞാൻ രക്ഷിക്കപ്പെട്ടു.